ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ ചാൽ ബീച്ചിലെ ഫെസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടാണുള്ളത്. ഇപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ അങ്ങനെ ഇതാ ഈ ഫെസ്റ്റ് ഇവിടെ അടുത്താണ്, ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ ഒരു ഫെസ്റ്റ് നടക്കുന്നത്. ഇപ്പോൾ ചാൽ ബീച്ച് കണ്ണൂരൊക്കെ കുറേ പേർക്ക് അറിയുണ്ടാവും. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് തോന്നിയത് നമ്മൾ ഊട്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫ്ലവർ ഷോ ഒക്കെ കാണില്ല, ആ ഒരു ഇതാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ ഊട്ടിയിൽ പോയ ടൈമിൽ ഇതുപോലെ ഫ്ലവർ ഷോ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫ്ലവർ വെച്ചിട്ടും ഒക്കെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള പല ഷേപ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ എനിക്ക് തോന്നിയത്. പിന്നെ ഇതാ കുറേ കൊക്കും കാര്യങ്ങളൊക്കെ സൈഡിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് ശരിക്കും നല്ല ഒറിജിനാലിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതാണ് നമ്മളെ എൻട്രൻസിൽ, കാരണം നമ്മൾ കയറിയ പാട് ഇതാണുള്ളത്. പിന്നെ ഒരു ഇടയിലേക്ക് കൂടി നടന്നു പോകുമ്പോൾ ഈ സൈഡിലൊക്കെ നല്ല രീതിക്ക് തന്നെ ഇതിൻ്റെ ഒച്ചയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ശരിക്കും ഒറിജിനാലിറ്റി തോന്നിക്കുന്നുണ്ട്. ആ ലെവലിലാണ്. ചിലപ്പോൾ നമ്മൾ രാത്രി ടൈമിലാണ് നമ്മൾ പോയിട്ടുള്ളത്, അപ്പോൾ പെട്ടെന്നൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും പേടി തോന്നും. ആ ടൈപ്പിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇതാ ഇതിലിപ്പോൾ ചാൽ ബീച്ചിൽ പോയവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, ചുമ്മാ ഒന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഫുൾ ഇങ്ങനെ ആനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ലാസ്റ്റിലോട്ട് എത്തുമ്പോൾ നമ്മുടെ ഇങ്ങനെ കോസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തെളിഞ്ഞ് കാണുന്ന പോലെ കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ കുറച്ചധികം ഒന്ന് പേടിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സീനിൽ പെട്ടെന്നാണ് ഈ പ്രേതമൊക്കെ ചിരിക്കുന്ന ഒച്ചയില്ലേ, ആ ടൈപ്പിൽ ഇങ്ങനെ ഓരോ ലൈറ്റ് കത്തുമ്പോൾ ഓരോ ഇതാണ് കാണിക്കുന്നത്. ഊഞ്ഞാലാടുന്നത്, അതുപോലെ സാരി ഇങ്ങനെ വിരിച്ച് നിൽക്കുന്നത്, കിണറിൻ്റെ അവിടെ നിൽക്കുന്നത്, അങ്ങനത്തെ കുറേ സീൻസ് ഉണ്ട്. പെട്ടെന്ന് ചിരിക്കുമ്പോൾ ആകെ പേടിച്ചു പോയിന് കേട്ടോ. അപ്പം നല്ലൊരു രസമുണ്ടായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതിൽ കൂടി വരുമ്പോൾ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ്, കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ കുറച്ച് ടോയ്സും കാര്യങ്ങളും കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയതും, അതുപോലെ തന്നെ ആകാശത്തൊട്ടിൽ, അങ്ങനത്തെ കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ നമ്മൾ ഉദ്ദേശം തന്നെ ഫുഡ് അടിക്കുക, അതുള്ള ഉദ്ദേശത്തിൽ നമ്മൾ പോയത്. അപ്പം ഇപ്പോൾ ഐസ്ക്രീംസിൻ്റെ വണ്ടിയാണ് ഈ സൈഡിൽ കാണുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുള്ള് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ഡിം ലൈറ്റ് വെച്ചിട്ടും, അതുപോലെ തന്നെ നമ്മുടെ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ലൈറ്റില്ല, അതിൻ്റെ പല കളർ വെച്ചിട്ട് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 1-2 ദിവസം കഴിഞ്ഞപാട് നമ്മൾ പോയതാണ് ഈ ഒരു ഇത്. അപ്പോൾ ഇവിടെ ബോർഡ് കളിയാന്ന് തോന്നുന്നത്, അപ്പോൾ അതൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മൾ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഫസ്റ്റ് ഐശ്വര്യമായിട്ട് പാനിപൂരി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു പ്ലേറ്റിൽ 6 പീസസ് ആണെന്നാണ് തോന്നുന്നു. അപ്പോൾ അതങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെടുക്കുന്ന ടൈമിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് ഈ ഒരു വ്യൂ ഒന്ന് എടുത്തായിരുന്നു കേട്ടോ. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, പക്ഷേ ഇതിലും തിരക്കുണ്ടാവും. വീഡിയോ എടുക്കാനോ ഒന്നും പറ്റാത്ത അത്ര തിരക്കുണ്ടാവും ലാസ്റ്റിലോട്ടാകുമ്പോൾ, ന്യൂ ഇയറിൻ്റെ ടൈമിലാകുമ്പോൾ. പക്ഷെ നമ്മൾ അതുകൊണ്ടാണ് മോളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് തിരക്ക് ഇല്ലാത്തൊരു ടൈമിൽ നമ്മൾ പോയത്. ഇതൊന്നും അത്രയുള്ള തിരക്കല്ല, അപ്പോൾ ആ ടൈമിൽ പോയി, അതുകൊണ്ട് എല്ലാം കാണാനൊക്കെ പറ്റി. അപ്പോൾ ഇതാ നമ്മുടെ പാനിപ്പൂരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കഴിക്കുകയാണ്. നമ്മൾ നോർമലി ഈ ഗ്രീൻ വാട്ടർ ഒഴിച്ചിട്ടല്ലേ കഴിക്കുക, അതാ അതുപോലെ കഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നടക്കാണ് കേട്ടോ. എന്നിട്ട് ഇത് ഇന്നുവിനെ കളിപ്പിക്കുന്നെന്ന്, ഇന്നുവിനെ കുറച്ച് ടൈം ഇതുപോലെ കളിപ്പിച്ചു. പിന്നെ നമ്മൾ കസിൻസൊക്കെ ആയിട്ടാണ് പോയിട്ടുള്ളത്. എനിക്കൊന്നും വന്നിട്ടുണ്ടായില്ല. അപ്പം നമ്മളെല്ലാവരും കൂടി പോയതുകൊണ്ടൊക്കെ നല്ലൊരു വേറത്തിൻ്റെ ഒരു വൈബാണ് കസിൻസിൻ്റെ ഒപ്പം പോകുമ്പോൾ. അപ്പോൾ ഗാനമേള നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പം പാട്ടിനനുസരിച്ചുള്ള ഡാൻസ് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് സീ സൈഡിലേക്ക് വരുമ്പോൾ കുറച്ച് സ്റ്റാളുണ്ട് ഇതുപോലത്തെ. അപ്പോൾ അവിടെ നിന്ന് ഞാനിങ്ങനെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സീ സൈഡിലോട്ടുള്ള കുറച്ച് സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ മെയിൻ സിറ്റിക്കാരുടെ സ്പെഷ്യൽ സംഭവങ്ങൾ മൊത്തം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം അഴീക്കലിന് സിറ്റിയിലേക്ക്, അപ്പം ഇത് സിറ്റിയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ചോദിച്ചത് ഇവരൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇതുവരെ കുടിച്ചിട്ടില്ല. കച്ച് സോഡ എന്നാണ് പറഞ്ഞത്. അപ്പോൾ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ കച്ച് ഒഴിച്ചിട്ട് അതിലേക്ക് സോഡ ഒഴിക്കുക, അതാണ് സാധനം. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതെങ്ങനെ കുടിക്കാൻ പറ്റുമോ, എന്താ അവസ്ഥ ഒന്നും അറിയില്ല, വയറ്റിന് പറ്റിയിട്ടില്ലെങ്കിലോ എന്നല്ലേ വിചാരിച്ചു. അപ്പം ഒറ്റ വലിക്ക് കുടിക്കണ്ട, കുറച്ചായിട്ട് കുടിച്ചാൽ മതി ഫസ്റ്റ് ടൈം ആണെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പം കുറച്ചായിട്ട് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ്. എനിക്ക് പേഴ്സണലി നല്ലോണം ഇഷ്ടമായി കേട്ടോ. അപ്പം ഇതൊരു ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇവർ കുടിക്കുന്നോളം സോഡ ഒഴിച്ച് അങ്ങനെ ആണ് കുടിച്ചത്. എനിക്ക് നല്ലോണം ഇഷ്ടമായി.
ഞാനങ്ങ് കുടിച്ചു. പിന്നെ ഇത് ലൈം സോഡ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഇത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ, പൊട്ടാറ്റോൻ്റെത്. അപ്പോൾ അത് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഈ ഒരു മിച്ചറിന് പോലത്തെ അതിൻ്റെ സാധനം പേര് എനിക്കറിയില്ല, അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പാട്ടൊക്കെ എൻജോയ് ചെയ്ത് കുറച്ച് ഡാൻസൊക്കെ സൈഡിൽ നിന്ന് കുറച്ച് 2-3 സ്റ്റെപ്പൊക്കെ ആയിട്ട് ഡാൻസൊക്കെ കളിച്ച് അങ്ങനെയാണ് നമ്മൾ അവിടുന്ന് തിരിച്ചത്. ഇതിപ്പോൾ നമ്മൾ പുറത്തോട്ട് പോവാണ്, വീട്ടിലേക്ക് പോവാണ്. കുറച്ചധികം സമയം തന്നെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോകുമ്പോഴത്തേക്ക് ഓട്ടോ കിട്ടാണ്ട് കുറേ നടന്ന് അവസാനം ഓട്ടോ കിട്ടി. നമ്മൾ കുറേ ഭംഗി നടക്കുന്നുണ്ടായി. അങ്ങനെ ഓട്ടോറിക്ഷ കിട്ടി, നമ്മൾ കയറി. അങ്ങനെ നൈറ്റായിരുന്നു, കുറച്ചധികം ലേറ്റായിരുന്നു. ഒരു 10-10:30 ആകുമ്പോഴത്തേക്കാണ് വീട്ടിലെത്തിയത്. അപ്പം നമ്മൾ 8 മണിക്കാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ അത്രയും എന്ത് വീഡിയോ നടന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.